ഈ നാട് ചരിത്രത്തിൽ എക്കാലവും ധീരതയുടെ ദേശാഭിമാനത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ജ്വലിപ്പിച്ച ഓർമ്മകൾ സമ്മാനിച്ച നാടാണ്. ഇത് വക്കം മാത്രമല്ല, വക്കം അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. നിങ്ങൾ ചിലർ ധരിച്ചിട്ടുള്ള മാലയിലെ കണ്ണി പോലെ. ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകൃതമാകുന്നതിന് മുമ്പും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ആദ്യത്തെ ജനകീയ കലാപം നടന്ന മണ്ണ് ഓർമ്മയുണ്ടല്ലോ. ആറ്റിങ്ങൽ കലാപം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്, അഞ്ചുതെങ്ങ് കോട്ട ആക്രമിക്കപ്പെടുന്നത് 1721 വിഷുദിനത്തിൽ ആരംഭിച്ചത്, ആഴ്ചകളും മാസങ്ങളും നീണ്ടുനിന്നത്. ഇവിടുത്തെ ബ്രിട്ടീഷ് കമ്പനിപ്പടയെ കൊണ്ട് അടിച്ചമർത്താൻ കഴിയാതിരുന്നപ്പോൾ രാജാവിൻ്റെ പട്ടാളമടക്കം വന്നത്. എന്നിട്ടും ചെറുത്തുനിൽപ്പ്, ജാതി മതവും എല്ലാം മറന്ന് ജനങ്ങൾ സ്വന്തം ജീവനും മാനവും ഭൂമിയും സ്വത്തും സംരക്ഷിക്കാനായി നടത്തിയ പോരാട്ടം മാർഗമില്ലാത്തതുകൊണ്ട് 1721 എന്ന് പറയുമ്പോൾ ജാതിജന്യ നാടുവാഴിത്ത വ്യവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കൊച്ചു കുട്ടികളെ, ദരിദ്രരായ കുടുംബങ്ങളിലെ കുട്ടികളെ പിടികൂടി ഇവിടെ നിന്ന് കടത്തി അടിമക്കച്ചവടം, ആ അടിമക്കച്ചവടം നിയമവിധേയമായി നടത്തപ്പെട്ടിരുന്ന ഒരു കാലമാണ്. മൗറീഷ്യസിൽ എങ്ങനെ ഇന്ത്യൻ വംശജർ ഒത്തിരി വന്നത്, ഫിജിയിൽ എങ്ങനെ ഒത്തിരി ഇന്ത്യൻ വംശജർ വന്നത്, സെയ്ഷൽസിൽ എങ്ങനെ ഒത്തിരി ഇന്ത്യൻ വംശജർ വന്നത്, പഴയ വെള്ളക്കാരുടെ കോളനികൾ പലയിടങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ പ്രതിതാമഹന്മാരായിട്ട് ഇവിടെ തന്നെ ജീവിച്ച്, ഇവിടെ തന്നെ പണിയെടുത്ത്, ഇവിടെ തന്നെ ആ വിധത്തിൽ അന്ത്യം ഉറങ്ങേണ്ടിയിരുന്ന, അവസാന നിദ്രയും ഇവിടെ തന്നെ അന്ത്യനിദ്രയും പോകേണ്ടിയിരുന്ന പലരും കുട്ടിക്കാലത്ത് അങ്ങനെ ഇവിടെ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ട്, വലിച്ചു പറിക്കപ്പെട്ട്, വേരോടെ പെരുതുമാറ്റി പലയിടങ്ങളിലേക്കും കൊണ്ടുപോകപ്പെട്ടത്. നമ്മൾ ഇന്ന് ഈ നാട് ഇന്ത്യയിൽ അത്തരത്തിൽ 1721 വിഷുദിനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വലിയ ജനകീയ കലാപത്തിന്റെ ഒസ്യത്ത് പേറുന്നൊരു നാടാണ്. ഇവിടെ നിന്നാണ് പിന്നീട് വക്കം ഖാദർ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഇടം നേടിയ, ഉത്തരേന്ത്യയിലൊക്കെ പറയട്ടെ, ദക്ഷിണേന്ത്യയുടെ ഭഗത് സിംഗ്. നമ്മൾ ഭഗത് സിംഗിനെ ഒട്ടും ചെറുതാക്കുന്നുമില്ല. എന്നാൽ വക്കം ഖാദർ അദ്ദേഹം കാട്ടിയ ധീരതയെ നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത്. കഴുമരത്തിലേക്ക്, തൂക്കിലേറ്റപ്പെടാൻ കഴിമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 26 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും വിളിച്ച മുദ്രാവാക്യവും ആ ജയിലിലെ ഡെപ്യൂട്ടി കമ്മീഷണർ രേഖപ്പെടുത്തി. 4 പേരെയാണ് ഒരേ സമയം തൂക്കിലേറ്റി. നമുക്ക് മുന്നേ നടന്നു പോയവർ നമുക്ക് വഴികാട്ടികളായി അത്തരത്തിൽ ജീവിതം തന്നെ ഹോമിച്ച ഒരുപാട് പേര്. അത് ജാതിയും മതവും തിരഞ്ഞല്ല കണ്ടുപോയിക്കഴിഞ്ഞു. വക്കം ഖാദറിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടതിൽ ഹിന്ദു ഉണ്ടായി, സിഖുകാരും ഉണ്ട്. തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ക്രിസ്ത്യാനി സാങ്കേതികമായ കാരണത്താൽ, കാരണം ബ്രിട്ടീഷ് രാജാവിൻ്റെ കീഴിലുള്ള പൗരനല്ല എന്നുള്ളത് കൊണ്ടാണ് ബോണിഫസ് പെരേരയെ പിന്നീട് തടവ് ശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ടത്. അങ്ങനെ മാറി. ബംഗാൾ ത്രിപുര നാടുകളുമായി ബന്ധമുള്ള ഒരു മനുഷ്യൻ തൂക്കിലേറ്റപ്പെട്ടത്. ഇവരോടൊപ്പം അത്തരത്തിൽ സത്യേന്ദ്ര ചന്ദ്ര ബർദാൻ, 4 പേര്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ മനുഷ്യർ, നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും ജാതിയുടെ, മതത്തിൻ്റെ, അത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ, സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി അതെല്ലാം ഉണ്ട് എന്നുള്ളത് ശരി. ആരെയും അന്യവൽക്കരിക്കാനല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ്. നമ്മുടെ വിശ്വാസങ്ങൾ എന്നുള്ളത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അത് നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, ശരീരത്തിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിലെല്ലാം അത്തരത്തിൽ നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കാനും മെച്ചപ്പെടുത്താനുമാണ്. അല്ലാതെ നമ്മുടെ ചിന്ത മലിനമായാൽ എല്ലാം മലിനമാവും. നിർഭാഗ്യകരമായ കാര്യം, നമ്മളെയൊക്കെ വേദനിപ്പിക്കും പലപ്പോഴും ആലോചിച്ചാൽ. മനുഷ്യൻ്റെ സമുദായം പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നത് അത് തെറ്റായ ഒരു പ്രവണതയാണ്. എല്ലാ അമ്മമാരുടെയും ഉമ്മമാരുടെയും പേറ്റുനേവ് അതൊരു ചെറിയ നോവല്ല. 10 ചന്ദ്രമാസം തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അങ്ങനെ വയറ്റിൽ ഒരു ചെറിയ ജീവൻ്റെ സ്പന്ദനത്തിന്, ആ സ്പന്ദനം വലുതായി വരുന്നതിനായി തൻ്റെ രക്തവും ശ്വാസവും മജ്ജയും മാംസവും ജീവൻ തന്നെ പകുത്തു നൽകിയ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ആ അമ്മയെ, ആ കുട്ടിയെ എല്ലാം അത്തരത്തിൽ സമുദായത്തിൻ്റെ, മതത്തിൻ്റെ പേരിൽ വേർതിരിവുകളുടെ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുക എന്നത് സമീപകാലത്തായി വളർന്നു വരുന്നവന് ജാഗ്രത കൊടുക്കുക. ഞാൻ 1721 കാര്യങ്ങൾ, 1806 തമിഴ്നാട്ടിലാണ് വെല്ലൂരിൻ്റെ ബ്രിട്ടീഷുകാരുടെ താവളമുണ്ടായിരുന്നു, കോട്ട. 5 തെങ്ങിനേക്കാൾ വലിയ കോട്ട. 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മളെ വിശേഷിച്ച് മഹത്വവൽക്കരിച്ച് പറയുമ്പോൾ സായിപ്പ് കൊണ്ട് ശിപായി ലഹള എന്ന് ചുരുക്കി ആക്ഷേപിച്ച് പറഞ്ഞ ആ
1857 ഒരു കലാപം. ഇത് അതിനും മുമ്പ് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ശിപായിമാരായി ജോലി ചെയ്തിരുന്ന ശിപായിമാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ പൊട്ടിത്തെറിയുണ്ടായത് തെക്കേ ഇന്ത്യയിലാണ്, മദ്രാശിക്കടുത്താണ്, വെല്ലൂർ കോട്ടയിലാണ്. ആ വെല്ലൂർ കോട്ടയിൽ ബ്രിട്ടീഷുകാരെ തടവിലാക്കി ദിവസങ്ങളോളം ആധിപത്യം ഉറപ്പിച്ച ബ്രിട്ടീഷ് ശിപായിമാരായി താഴേക്കിടയിൽ ജോലി ചെയ്തിരുന്ന പട്ടാളക്കാർ അവിടെ ഒരു കൊടി ഉയർത്തി. 1806 ഹൈദരാലി ജീവിച്ചിരിപ്പില്ല. മൈസൂർ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആ രാജ്യം ഇല്ല. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ടിപ്പുവിന്റെ രാജ്യമില്ല, ആ പടയോട്ടങ്ങളുമില്ല. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവിടെ പൂർണ്ണമായി. എന്നാൽ വെല്ലൂർ കോട്ടയിലെ ശിപായിമാർ, അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, സിഖുകാരും ഉണ്ടായിരുന്നു. ഉയർത്തെ കൊടി ടിപ്പു സുൽത്താന്റെ രാജ്യത്തിന്റെ ഔദ്യോഗിക കൊടിയായ ചാടുന്ന പുലിയുടെ കൊടിയാണ്. പുലിയാണ് അടയാളം ടിപ്പു സുൽത്താന്റെ, ചാടുന്ന പുലിയ. ആ ചാടുന്ന പുലിയായിരുന്നു അവർ ഉയർത്തിയ കൊടിയിലെ അടയാളം. 1857. നിങ്ങൾ മംഗൾ പാണ്ഡെ സിനിമ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ. ബ്രാഹ്മണർ മുതൽ ദളിതർ വരെ, സിഖുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളിലെ വിവിധ വിഭാഗവും എല്ലാം പങ്കെടുത്ത, ജന്മിമാർ മുതൽ പാവപ്പെട്ടവർ വരെ. ഝാൻസി റാണിയെ പറ്റി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വലിയ അഭിമാനം വരും. നാനാ സാഹബിനെ, താന്ത്യ തോപ്പിയെ, ബഹദൂർ ഷാ രണ്ടാമനെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു. സാമൂഹ്യ പഠനം പുസ്തകത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കിട്ടി. ഇന്ത്യയിലെ പല രാജകുടുംബങ്ങളും ആ കലാപത്തിനെതിരായിരുന്നു. ഇന്ത്യയിലെ ഒരു വലിയ രാജകുടുംബമാണ് സിന്ധ്യ രാജകുടുംബം. ബ്രിട്ടീഷുകാർക്ക് ഈ 1857 കലാപത്തെ അടിച്ചമർത്താൻ വലിയ സഹായം, ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ആയുധം കൊണ്ടും സഹായം നൽകിയ ഒരു കുടുംബമാണ് സിന്ധ്യ രാജകുടുംബം. 1857 ആ കലാപത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത കാൾ മാർക്സ് ഒരു കാര്യം എഴുതി. ലോകത്ത് അതിന് മുക്കും പല വിപ്ലവങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രമാത്രം ആളുകൾ പങ്കെടുത്തതും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട, എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് ജന്മിമാര്, രാജാക്കന്മാര്, കൃഷിക്കാര്, കർഷക തൊഴിലാളികള്, അവരുടെ കീഴിൽ അടിമകളായിരുന്നവർ അടക്കം, അങ്ങനെ വിവിധ വിഭാഗ ജനങ്ങളൊക്കെ അംഗം പങ്കെടുത്ത ഇത്രയും ഭൂവിഭാഗത്തെ ബാധിച്ചതായ ഒരു കലാപം അതിനു മുമ്പ് ലോകത്തൊരു ഇനത്തും ഉണ്ടായിട്ടില്ല. അതും ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം എന്നത് ഒരു നേർരേഖയായി ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നത് പോലെ അങ്ങനെ വന്നു ചേർന്നതല്ല. ചെറുതും വലുതുമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, പോരാട്ടങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ളത് ഒരു ഭൂമിക്ക് വേണ്ടി, നികുതിക്കെതിരായി, പട്ടാളത്തിൽ നിർബന്ധിച്ച് ചേർക്കുന്നതിനെതിരായി, കുട്ടികളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നതിനെതിരായി, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. സ്വന്തം ജീവൻ, ശരീരം, ആത്മാഭിമാനം, ഭൂമി, തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ നാട്, തങ്ങളുടെ ഗ്രാമം. നമ്മളൊക്കെ പറയുന്ന രാഷ്ട്രം എന്ന സങ്കല്പമൊന്നും അങ്ങനെ വലുതായി വളർന്നു വന്നിട്ടില്ല ആ സമയത്ത്. INA സുഭാഷ് ചന്ദ്രബോസിന്റെ ആഹ്വാനം അനുസരിച്ച് ഇന്ത്യയിലേക്ക് ഒരു ഘട്ടത്തിൽ കടന്നു. ആ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി അവർ കാലുകുത്തിയത് മണിപ്പൂരിലാണ്. അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആ INA ഭടന്മാരുടെ കയ്യിൽ ഒരു ത്രിവർണ പതാക സമ്മാനിച്ചു. അവരതൊരു തടിപ്പെട്ടിക്കകത്ത് ചുരുട്ടി സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയാൽ കാലുകുത്തുന്ന ആദ്യത്തെ പ്രഭാതത്തിൽ, ചിലപ്പോൾ എത്തുന്നത് രാത്രിയാണെങ്കിലും രാത്രി സാധാരണ പതാക ഉയർത്താറുണ്ട്. നിങ്ങൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയാൽ കാലുകുത്തുന്ന ആദ്യത്തെ പ്രഭാതത്തിൽ ഇതവിടെ ഉയർത്താം. അവർ എത്തിയത് പ്രഭാതത്തിലായിരുന്നില്ല. കടന്നു വരുമ്പോൾ ഒരുപാട് ആളുകൾ മലമ്പനി പിടിച്ച് മരിച്ചുപോയി. പല ആളുകളും അവിടെ വന്ന വഴിയിൽ ചതുപ്പുകളിലൊക്കെ പുറഞ്ഞ് അവർ പലരും മരണപ്പെട്ടു പോയി. അങ്ങനെ വീരപുറത്ത് മരിച്ചോങ്കിലും അവർ കടന്നു. ആദ്യത്തെ പ്രഭാതത്തിൽ ആ പതാക ഉയർത്തി. ആ പതാക ഉയർത്തിയ ആളിന്റെ പേര് കേണൽ ഷൗക്കത്ത് ഹയാത്ത് മാലിക് എന്നായിരുന്നു. കേണൽ ഷൗക്കത്ത് ഹയാത്ത് മാലിക് എന്ന 5 നേരവും നിസ്കരിക്കുന്ന മുസൽമാനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പട്ടാളക്കാരൻ പിന്നീടും അത് കഴിഞ്ഞ് ഒരു ചലോ ദില്ലി എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. ചലോ ദില്ലി. ബ്രിട്ടീഷ് പട്ടാളം അവരെല്ലാം വളഞ്ഞു പിടിച്ചു, അവരെ കുറ്റവിചാരണക്കായി കൊണ്ടുവന്നു. അതെല്ലാം ചരിത്രം. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ചെങ്കോട്ടയിലേക്ക് അങ്ങനെയാണ്. ചെങ്കോട്ടയിലാണല്ലോ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത്. മുഗൾ രാജവംശത്തിന്റെ കാലത്താണ് അത് കിട്ടിയത്. ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് നിങ്ങൾ ചെന്നാൽ ഒരു വലിയ ആളും ഒരു 1000 പേർക്കൊക്കെ ഇരിക്കാവുന്നത് ആയിട്ടുള്ള ഒരു വലിയ ചെങ്കോട്ടയ്ക്ക് പഴയ മുഗൾ ചക്രവർത്തിമാരുടെ ദർബാർ ഹാളിൽ ഒന്നാണ്. ആ ഹാളിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത. ഇതിവിടെ ഈ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം. അതെന്ത് എന്ന് ചോദിച്ചാൽ 1945-46 കാലത്ത്
ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അതിലെ ഭടന്മാരെയും നേതാക്കന്മാരെയും കുറ്റവിചാരണ ചെയ്യാനായി കൊണ്ടുവന്ന് നിർത്തിയ ആളാണ്. അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പലകയും എഴുതി വെച്ചിട്ടുണ്ട് പ്രതികളുടെ പേരുകൾ. ഞങ്ങൾ വക്കീലന്മാർ അക്യൂസ്ഡ് എന്നാണ് പറയുക, നെയിംസ് ഓഫ് ദ അക്യൂസ്ഡ് എന്ന്. ഇത് കോർട്ട് മാർഷലാണ്, പട്ടാള കോടതിയാണ്. പട്ടാള കോടതിയിൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം എന്നത് രാജാവിനെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ്. രാജാവിനെതിരായ യുദ്ധം പ്രഖ്യാപിച്ചാൽ ശിക്ഷ വധശിക്ഷയാണ്. സിവിലിയന്മാരെയാണെങ്കിൽ തൂക്കിക്കൊല്ലുക എന്നതും പട്ടാളത്തിലാണെങ്കിൽ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പറയുന്ന ആളുകളെ അവിടെ കുറ്റവിചാരണ ചെയ്യാനായി തീരുമാനിച്ച 1945-46 എത്ര INA ഭടന്മാരെന്നറിയാം? 7600. ഈ 7600 പേരെയും കുറ്റവിചാരണ ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം എടുത്താലും തീരില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ നേതാക്കന്മാരെ കുറ്റവിചാരണ ചെയ്ത് മാത്രമേ കാണിക്കാമെന്ന് സാഹിബ് തീരുമാനിച്ചു. 47 ആയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അധികാര കൈമാറ്റം നടക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭ്യമാകുമെന്ന് ഉറപ്പായ അവസാന നിമിഷങ്ങളിലും ബ്രിട്ടീഷ് പട്ടാള കോളനി നമ്മുടെ സഹോദരീ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ, സഹോദരീ സഹോദരന്മാരെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, കാരണം അതിൽ സ്ത്രീകളും ഉണ്ടായി. ലോകത്താദ്യമായി സ്ത്രീകൾ മാത്രമുള്ള ഒരു റെജിമെന്റ് പട്ടാളത്തിൻ്റെത് ഉണ്ടായത് റാണി ഝാൻസി റെജിമെന്റാണ്. അതിനു മുമ്പ് സ്ത്രീകൾ നാട് ഭരിച്ചിട്ടുണ്ട്. ഉമൈമ റാണി ഭരിച്ചിട്ടുണ്ട്, സേതു ലക്ഷ്മിബായി ഭരിച്ചിട്ടുണ്ട്. സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ രാജ്ഞിയായിരുന്നു, റീജന്റ് മഹാറാണിയായിരുന്നു. ആലപ്പുഴയിൽ ചെന്നാൽ SL പുരം എന്ന് കേട്ടിട്ടുണ്ട്. SL പുരം എന്നത് സേതു ലക്ഷ്മിബായി എന്നുള്ളതാണ്. ഞാനീ പറയുന്നത് സ്വന്തം ജീവൻ മാത്രമല്ല, യുദ്ധരംഗത്ത് വെച്ച് പിടികൂടപ്പെട്ടാൽ ഒരു യുവതി എത്രമാത്രം പിച്ചി ചീന്തപ്പെടും എന്നറിഞ്ഞിട്ട് പോലും പല കുടുംബങ്ങളിലും വന്ന സമ്പന്ന കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളടക്കം എല്ലാം ഉപേക്ഷിച്ച് INAയും ചേരാൻ തയ്യാറായി വന്നത്. അതിൽ റാണി ഝാൻസി റെജിമെന്റിന്റെ ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി എന്നായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ കുറ്റവിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറ്റവിചാരണ ചെയ്യാനായി കൊണ്ടുവന്ന ആളുകളുടെ പേര് എല്ലാം മതവും ഉണ്ട് കിട്ടാം. മേജർ ജനറൽ ഷാനവാസ് ഖാൻ, കേണൽ പ്രേം കുമാർ സൈഗർ. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിന്റെ അടുത്തൊരു സൈഗർ എന്നത് അങ്ങനെയാണ്. കേണൽ ഗുൽബക്ഷ് സിംഗ് ധില്ലൻ. പിന്നെയും പേരുകളും ഇന്ത്യക്കാരായ പട്ടാളക്കാർക്കിടയിൽ പോലും അമർഷമാവിധത്തിലുണ്ടാവുകയും ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരായി ഒപ്പുശേഖരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാലം. നമ്മളൊന്നും ജനിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി വക്കീലന്മാരായി അവിടെ ഹാജരായ ആളുകളുടെ പേരുകൾ അവിടെ എഴുതി വെച്ചു. ബുലാഭായ് ദേശായി, ഗുജറാത്തിയാണ്, വളരെ പേര് കേട്ട വക്കീലാണ്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയത് കൊണ്ട് നല്ല ഫീസ് കിട്ടുമായിരുന്ന അച്ഛൻ മോത്തിലാൽ നെഹ്റുവിന്റെ മകൻ ജവഹർലാൽ നെഹ്റു കോട്ടൺ ഗൗണമെല്ലാം അവിടെ ഇരുന്ന് ദ്രവിച്ചു പോയതാണ്. വക്കീലായിരുന്നെങ്കിൽ അന്ന് തന്നെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ആ ഒരു കുടുംബത്തിലങ്ങ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ കോട്ടൺ ഗൗണം എടുത്തുകൊണ്ട് വീണ്ടും ഇറങ്ങി ഈ പറയുന്ന ചെങ്കോട്ടയിലെ ഈ ഹാളിലേക്ക് വക്കീലായി വന്നു. അസഫ് അലി, കൈലാഷ് നാഥ് കഡ്ജു പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാരാണ്. പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിലേക്ക് പോകുമ്പോൾ ചെന്ന് നിന്ന് ഇത് സെൽഫി എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല, പക്ഷെ ചെങ്കോട്ടയിൽ പോകണം, കാണണം. ഇപ്പോഴും ത്രസിപ്പിക്കുന്നതായ ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയും. ഒരു മ്യൂസിയം അവിടെ. ആ മ്യൂസിയത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇടതുവശത്ത് ആ ഒരു മുറിയിൽ ഒരു കണ്ണാടി അലമാര, ഒരു പരിമരുത്ത യൂണിഫോം, കാക്കി കുപ്പായം, കാക്കി പാൻസ്, കാക്കി ഷർട്ട്. നമ്മളിങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ ശ്രദ്ധ വരുന്നത് ഒരു പട്ടാള യൂണിഫോം ആണ് എന്നുള്ളത്. ഒരു പട്ടാള ഓഫീസറുടെ ബാറ്റൺ, അരയിൽ അവർ കിട്ടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ, വീതിയുള്ള ബെൽറ്റ് ഓഫീസർമാരുടെ, ഒരു റിവോൾവറിന്റെ ഉറ താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. ദി യൂണിഫോം worn by Captain Lakshmi when she was arrested by the British forces. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പുത്രി പിന്നീട് കാൺപൂരിൽ നിന്ന് ലോക്സഭാംഗമായ സുഭാഷിണി അലിയോട് ഈ അടുത്തിടയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ അവരുടെയും ദ്വിഭാഷയായിരുന്നു പരിഭാഷപ്പെടുത്താൻ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തൻ്റെ അമ്മ ധരിച്ചിരുന്ന യൂണിഫോം താൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു കൗതുകവാർത്തയായിരുന്നു. നമ്മൾ അറിയണം നമ്മളെങ്ങനെ നമ്മളായത്. വക്കം ഖാദർ, അനശ്വരനായ രക്തസാക്ഷി എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പോകൽ മാത്രമല്ല, എന്തിനു വേണ്ടിയായിരുന്നോ ജീവത്യാഗം. ഈ 26 വയസ്സ് എന്നുള്ളൂ ഇന്നേക്ക് 83 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തൂക്കിലേറ്റപ്പെട്ട നമ്മുടെ വീരപുരുഷന്റെ ജന്മദിനമാണ്. നിങ്ങളോടൊപ്പം അനശ്വരനായ വക്കം ഖാദറിന്റെ സ്മരണകൾ തുണിക്കുന്ന ഈ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നത് ചാനലാദ്യം രംഗപ്പെടുത്തുകയാണ്.